ഹലോ, വെൽക്കം ബാക്ക് ടു ബാലവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലവീറിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ബാലവീറിനെയാണ്. ബാലവീറാണെങ്കിൽ ശുദ്ധമൂർത്തി എന്ന ആ ഒരു മുത്തുകൾ തെരഞ്ഞുകൊണ്ട് സമുദ്രത്തിലാകെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവസാനം ബാലവീർ ആ ഒരു മുത്തുകൾ കണ്ടെത്തുകയാണ്. ഇതേ സമയം മഹാവിനാശിനി പറഞ്ഞു വെച്ചിരുന്ന ആ ഒരു ഷാർക്കുണ്ടല്ലോ, അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു മുത്തുകൾ രണ്ടും തൻ്റെ വായയിലാക്കുകയാണ്. ഇതേ സമയം തന്നെ ബാലവീറിൻ്റെ ആരോഗ്യനിലയാണെങ്കിൽ വളരെയധികം തന്നെ മോശമായി കൊണ്ടുവന്നിരിക്കുകയാണ്. ബാലവീറിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നുകയാണ്. ഈ ഒരു ഷാർക്കിൻ്റെ ഉള്ളിൽ നിന്നും ആ രണ്ട് മുത്തുകൾ എടുക്കണമെങ്കിൽ താൻ വളരെ ചെറുതായാൽ മതിയെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ബാലവീർ ചെറിയ രൂപത്തിലാവുകയും ഉടനെ തന്നെ ആ ഒരു ഷാർക്കിൻ്റെ വായിലുണ്ടായിരുന്ന ആ രണ്ട് മുത്തുകൾ എടുത്തുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് കടക്കുകയാണ്. മഹാവിനാശിനിക്കാണെങ്കിൽ ഇത് നോക്കി നിൽക്കുവാൻ വേണ്ടി മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് മാത്രമല്ല, ബാലവീർ ആ ഒരു മുത്തുകൾ എടുത്തുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് ചാടുകയാണ്. ഇതേ സമയത്ത് തന്നെ ബാലവീറിനെ നോക്കുകയാണെങ്കിൽ ബാലവീറിൻ്റെ ആരോഗ്യനില വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ്. പുറത്തു കടന്ന ബാലവീർ പറയുകയാണ്, ഇനി എന്ത് വന്നാലും ശരി കുട്ടികളെ രക്ഷിച്ച് എനിക്ക് മതിയാവും എന്ന് പറയുകയാണ്. ഇതേസമയം തന്നെ ബാലവീറിൻ്റെ ചുണ്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവയെല്ലാം നീല നിറത്തിൽ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവതാലോകത്താണ്. ദേവതാലോകത്താണെങ്കിൽ പവിത്ര വൃക്ഷത്തിൻ്റെ അടുത്ത് തന്നെ ദേവതമാരെല്ലാവരും തന്നെ നിൽക്കുകയാണ്. കുട്ടികളെല്ലാം തന്നെ പവിത്ര വൃക്ഷത്തിൻ്റെ ചില്ലകളിലുമാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പവിത്ര വൃക്ഷത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മഹാവിനാശിനി ഏറ്റെടുത്ത ആ ഒരു ശക്തി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ശക്തി മെല്ലെ മെല്ലെ ആ ഒരു പവിത്ര വൃക്ഷത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ദേവതമാർ പറയുകയാണ്, റാണി ദേവതയെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. കുട്ടികളെ ഉണർത്തുവാൻ വേണ്ടി ബാലവീർ വന്നാൽ മാത്രമേ ഇനി നമുക്ക് ഇവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. മാത്രമല്ല ഈ ഒരു മരം എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാവാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചു നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ട് ബാലവീർ ആ ഒരു ശുദ്ധമൂർത്തി എന്ന മുത്തുകളുമായി എത്തുന്നത്. ബാലവീറിനെ കണ്ട ഉടനെ തന്നെ ദേവതമാർക്കെല്ലാവർക്കും തന്നെ സന്തോഷമാവുകയാണ്. എന്നാൽ ബാലവീറാണെങ്കിൽ വളരെ അവശനായതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരിക്കുകയാണ്. ദേവതമാരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ എണീപ്പിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു മരുന്ന് തയ്യാറാക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ ശുദ്ധമൂർത്തി എന്ന ആ ഒരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരെയും തന്നെ ഉണർത്തുവാൻ വേണ്ടി ദേവതമാർക്ക് കഴിയുകയാണ്. മാത്രമല്ല എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുകയാണ്. ബാലവീറിൻ്റെ ആവശ്യതകളെല്ലാം തന്നെ മാറുകയാണ്. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുട്ടികളെല്ലാം തന്നെ ഉറക്കത്തിൽ നിന്നും എണീറ്റ് അവിടെ നിന്നും വരികയാണ്. എന്നിട്ട് കുട്ടികളെല്ലാവരും പറയുകയാണ്, ദേവതമാരെ, ഞങ്ങൾക്ക് ഏറ്റവും എൻജോയ് ചെയ്തിരുന്ന ഒരു വലിയ പാർട്ടിയായിരുന്നു നിങ്ങളിവിടെ ഒരുക്കിയിരുന്നത്. ഞങ്ങളെല്ലാവരും തന്നെ വളരെയധികം സന്തോഷകരമാണ് എന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല ഇതേ സമയത്ത് തന്നെ റാണി ദേവത പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാ കൊല്ലവും ബാലവീറിൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾക്ക് ഇവിടെ ദേവതാലോകത്ത് വന്ന് അത് ആഘോഷിക്കാവുന്നതാണ്. അതിനുള്ള പെർമിഷൻ ഞാൻ തരുന്നുണ്ട് എന്നും റാണി ദേവത പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റു കുട്ടികളെല്ലാം തന്നെ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ റാണി ദേവത പറയുകയാണ്, കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വീട്ടിൽ പോകാനുള്ള സമയമായിട്ടുണ്ട്. ഒരുപാട് നേരം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും യാത്രയാക്കുകയാണ് റാണി ദേവതയും ദേവതമാരും. പിന്നീട് കുട്ടികളെല്ലാം പോയതിനു ശേഷമുള്ള ദേവതാലോകത്താണ് കാണിക്കുന്നത്. ദേവതാലോകത്താണെങ്കിൽ അവിടെ എന്തോ വളരെ വലിയ ആഘോഷം നടക്കുവാൻ വേണ്ടി പോവുകയാണ്. ദേവതമാർക്കൊന്നും തന്നെ യാതൊരു ഐഡിയയുമില്ല അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന്. ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ട് റാണി ദേവതയും അതുപോലെ തന്നെ സൗന്ദര്യ ദേവതയും വരുന്നത്. ഇതേ സമയം ദേവതമാരെല്ലാവരും തന്നെ അവരോട് ചോദിക്കുകയാണ്, ദേവതമാരെ, ഇവിടെ എന്ത് ആഘോഷമാണ് നടക്കാൻ പോകുന്നതെന്ന്. ഇതേ സമയത്ത് തന്നെ റാണി ദേവത പറയുകയാണ്, ഇവിടേക്ക് 2 അതിഥികളിൽ വരാൻ വേണ്ടി പോവുകയാണ് എന്ന്. അപ്പോൾ ദേവതമാരെല്ലാവരും തന്നെ അവരെ വരവേൽക്കുവാൻ വേണ്ടി വളരെയധികം എക്സൈറ്റഡായി അവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ദുഷ്ടലോകത്ത് കാണിക്കുകയാണെങ്കിൽ ദുഷ്ടദേവതയും അതുപോലെ തന്നെ മഹാവിനാശിനിയും കൂടി ദേവതാലോകത്ത് നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാലവീറിൻ്റെ പഴയ എപ്പിസോഡുകളെല്ലാം തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് മീ ബാലവീർ മലയാളം സൈനിങ് ഓഫ്.